എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ആംപ്ലേറ്റ് ഉണ്ടാക്കുന്നത് സ്പെഷ്യലാണ്. അപ്പം നമുക്ക് നോക്കാം. 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്, ഉപ്പിടുന്നുണ്ട് പാകത്തിനുള്ളത്, കുറച്ച് ചെറിയൊരു സവാള ഇട്ട് കൊടുക്കാം. അതിന് കൂടെ തന്നെ നമുക്ക് നല്ല അടിച്ചു വെക്കണം. കൂടെ തന്നെ നമുക്ക് കുറച്ച് ക്യാരറ്റും ഒരു പച്ചമുളകുണ്ട്, ക്യാരറ്റ് കുറച്ചുണ്ട് ഇട്ട് കൊടുക്കാം. ഒരു സ്പെഷ്യൽ ആംപ്ലേറ്റാണ്. ഒരുപാട് ഗുണങ്ങളും വിശപ്പൊക്കെ അടങ്ങിക്കോളും, വിശക്കുകയില്ല. രാവിലെ കഴിഞ്ഞ് ഉച്ച വരയ്ക്ക് വിശക്കില്ല. നല്ല അടിച്ചു കൊടുക്കാം. കൂടി പാല് നല്ല അടിച്ചു കൊടുക്കാം. കറുവേപ്പില, മല്ലിയില, തക്കാളി ഒക്കെ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. നല്ല അടിച്ചെടുക്കട്ടെ. നല്ല അടിച്ചെടുക്കണം. എല്ലാം മിക്സായി. ഇനി ഒന്നും കൂടി ഇടാണ്ട് ഓട്സാണ്. ഓട്സ് ഇട്ടിട്ട് നമുക്ക് നല്ല ഇളക്കി കൊടുക്കാം, പാകത്തിനാക്കാം. ഓട്സ് കൂട്ട് കുറയ്ക്കുക ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടമാണ്. വല്ലാണ്ട് ഇടാൻ പാടില്ല. അപ്പം അത് നല്ല ഇതായ പിന്നെ വീർത്ത് കഴിഞ്ഞാൽ പിന്നെ കട്ടിയാവും. അപ്പോൾ അതുകൊണ്ട് പാകത്തിന് ഇട്ടാൽ മതി. അപ്പോൾ ലേശം കൂടി ഇടാം, പൊടിക്കും കൂടി മതി. നല്ല ഇളക്കി കൊടുക്കാം. പാകമായി. കറുവേപ്പില ഇടാം, തക്കാളി ഇടാം. അങ്ങനെ നമുക്ക് അങ്ങനെയായി. ഇത് ഇരിക്കങ്ങനെ കുറേ നേരം വെക്കാൻ പാടില്ല. കുറേ നേരം വെച്ചാൽ ഈ ഓട്സൊക്കെ കുടിക്കും. അല്ലെങ്കിൽ പിന്നെ ഓട്സ് ആദ്യം കുതിർത്തി വെക്കണം. അപ്പോൾ പിന്നെ കട്ടാവും. മുട്ടയൊക്കെ നമുക്ക് എത്ര വേണമെങ്കിൽ കൂട്ടാം കുറയ്ക്കാനൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. കണ്ടോ, മല്ലിയിലൊക്കെ ഇട്ട സൂപ്പറായിട്ടുണ്ടാവും. നമുക്ക് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് അടച്ച് വെക്കാം. 2 മിനിറ്റ് വേഗമാവും. മറിച്ചിട്ടു. എല്ലാം മറിച്ചിടണം. പാനിലാണ് ഉണ്ടാക്കുക. അതിൽ വേണമെങ്കിൽ ഉണ്ടാക്കുക. ഞാൻ ഇപ്പോൾ ഇതിലുണ്ടാക്കിയത് മാത്രമല്ല, ദോശക്കല്ലിൽ. പാനിൽ നിറയെ ഒഴിച്ചിട്ട് പിന്നെ അടച്ച് വെച്ചിട്ടാണ് വേവിക്കുക. മറ്റേ നമ്മുടെ ചീഞ്ചട്ടിമാരുള്ളതുണ്ടല്ലോ അതിൽ. അപ്പോൾ ഞാൻ അങ്ങനെ ദോശക്കല്ലിൽ ഉണ്ടാക്കിയത് മാത്രമല്ല, അങ്ങോട്ട് ഇതൊക്കെ നമുക്ക് പറയാം. ഓട്സ് ആംപ്ലേറ്റ് എണ്ണയൊക്കെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, അടിപൊളി ടേസ്റ്റുള്ള ഓട്സ് ആംപ്ലേറ്റ് സെറ്റ്. കളർ മാറിയിട്ടേ ഉള്ളൂ, അങ്ങനെ കരിഞ്ഞിട്ടൊന്നുമില്ല. കരിഞ്ഞു വിചാരിക്കരുത്. കുറച്ച് വേവണമല്ലോ. പാല് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, വേണ്ടെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. മുട്ടയിൽ മാത്രമേ ഉണ്ടാക്കാം. 3 മുട്ട 4 മുട്ട നമുക്ക് വീട്ടിലെത്ര വേണമെങ്കിൽ അത്ര കൂട്ടും കുറയ്ക്കുക ചെയ്യുക. നമ്മുടെ ഇഷ്ടമാണ്. മല്ലിയിലയും തക്കാളിയും ഒക്കെ ഇടാം. വേറെ എന്തെങ്കിലും ഇടണമെങ്കിൽ കുറച്ച് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇടാം. നല്ല നൈസാക്കി അരിയണം, അപ്പോഴേ ഇടാൻ പറ്റുള്ളൂ. അപ്പോഴേ അങ്ങനെ ആംപ്ലേറ്റുമാരെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം. ഉണ്ടാക്കാത്തവരൊക്കെ രാത്രിക്ക് രാവിലേക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ ഇഷ്ടമാവുന്നതും നല്ലതുമാണ്. മുട്ട കഴിക്കാത്ത കുട്ടികളൊക്കെ മുട്ട അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും നല്ല സോഫ്റ്റായിട്ടുള്ള കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഉള്ളിയൊക്കെ വാങ്ങിച്ചാൽ വാട്ടിയിട്ട് വാങ്ങിച്ചിടാം. ഞാൻ വാടിയിട്ടൊന്നുമില്ല, അതിന് ട്രക്കാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.